നിയമസഭയിലെ വാക്പോര് നമ്മൾ കണ്ട് ഇന്ന് നമ്മൾ കാണാൻ പോണത് നിയമസഭയിലെ പൊളിറ്റിക്കൽ തഗ്ഗുകളാണ്. സ്വാഗതം. എത്തവണത്തെയും പോലെ ഇത്തവണയും നിയമസഭയിൽ തഗ്ഗോട് തഗ്ഗ്. ഒരിടവേളയ്ക്ക് ശേഷം നിയമസഭ കൂടിയപ്പോൾ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ തഗ്ഗ് കേട്ടത് ഗവർണറെ കുറിച്ചായിരുന്നു. അത് പിന്നെ ഇപ്പൊ ഗവർണറല്ലേ താരം, അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് രണ്ട് വാക്ക് പറയാണ്ടിരിക്കുന്നത് മോശമല്ലേ? തനിക്ക് ഇഷ്ടമുള്ള തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ യൂണിവേഴ്സിറ്റികളിൽ തിരികെ കയറ്റുന്നതിന് ഗവർണർ നടത്തുന്ന പ്രവർത്തനത്തെയാണ് കേരളം എതിർക്കുന്നത്. അതിനെതിരായിട്ടാണ് ശക്തമായ പ്രതിഷേധം ഉണ്ടായത്. എന്നാൽ അങ്ങനെ പ്രതിഷേധം നടക്കുമ്പോൾ വാഹനം തുറന്ന് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും തെറ്റിച്ച് ഗവർണർമാർ തെരുവിലിറങ്ങി നിൽക്കുന്നത് ഇതാദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഏതോ ഒരു സിനിമയിൽ മാമുക്കോയുടെ ഒരു കഥാപാത്രത്തെ ആണ് ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. ഞാൻ ആ പേര് പറയുന്നില്ല, പലർക്കും ആ പേര് അറിയാം. അതുപോലെ ഒരു സമീപനം ഗവർണറുടെ പദവിയിൽ ഇരിക്കുന്ന ഒരാളിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതേടാ ഹീലേരി തന്നെ, ഞാൻ തിരിച്ചു വരില്ലെന്ന് വിചാരിച്ചു. കീലേരി അച്ഛനെ പോലെ നല്ല ഞങ്ങളുടെ ഗവർണർജി, അദ്ദേഹം വീരന്മാരിൽ വീരനാണ്. ഇതൊക്കെ താൻ ഭയങ്കര ധൈര്യശാലി ആയതുകൊണ്ട് ചെയ്യണത് എന്നാണ് അദ്ദേഹം സ്വയം വിചാരിക്കുന്നത്. ഏതാണ്ട് ജൂനിയർ മാൻഡ്രേക്ക് എന്ന സിനിമയിലെ ജഗതിയുടെ കഥാപാത്രത്തെയാണ് കേരളത്തിൽ ഇപ്പോൾ ഗവർണർ അനുസ്മരിക്കുന്നത്. ആദ്യം പറയണു ഗവർണർ കീലേരി അച്ഛനെ പോലെയാന്ന്, ഇപ്പൊ പറയണു ജൂനിയർ മാൻഡ്രേക്കിലെ ജഗതിനെ പോലെയാന്ന്. ഇതെന്താണ്, എല്ലാവർക്കും ഇട്ട് കൊട്ടാനുള്ള ചെണ്ടയാണോ ഞങ്ങളുടെ ഗവർണർജി? ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം, പോലീസ് വരുമോന്ന് അറിയണമല്ലോ. പിന്നെ ഞാൻ എന്റെ വീട്ടിൽ കിടക്കണം. പോടാ പുല്ലേ. സഭയിലുള്ളവരൊക്കെ നല്ല അസല് സിനിമ ആസ്വാദകരാണെന്ന് തോന്നുന്നു. അല്ല, ഗവർണറെ കുറിച്ച് പറയുമ്പോ എല്ലാവർക്കും നൂറിനാവാണല്ലോ. അദ്ദേഹം ഒരു കടയുടെ തിണ്ണയിൽ കയറി ഇരുന്നിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ വിളിക്കുകയാണ്. സബ്സെ ബാത് കരൂ, അദ്ദേഹത്തിന്റെ കരച്ചിലായിരുന്നു അത്. സർ, അദ്ദേഹത്തിന്റെ ആ കരച്ചിൽ കേട്ടപ്പോൾ ആഷിഖ് അബുവിന്റെ ഭീമന്റെ വഴി എന്നുള്ള സിനിമയാണ് സർ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കരച്ചിലിനോടൊപ്പം തന്നെ വ്യാപകമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, നാട്ടുകാരുടെ ആ സിനിമയിലെ ആ ഭാഗം അതാണ്. നാട്ടുകാരുടെ ദീർഘകാല ആവശ്യമായിട്ടുള്ള റോഡ് വികസനം മുടക്കാൻ ശ്രമിക്കുന്ന കൊസ്തപ്പ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവസാനം നാട്ടുകാർ കൊസ്തപ്പിന്റെ വസ്തുതകളൊക്കെ മനസ്സിലാക്കി പഞ്ഞിക്കിടുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ഈ കൊസ്തപ്പ് പറയുകയാണ്, എൻ്റെ ഡാഡി ഇതെറിഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് കൊസ്തപ്പ് ഈ പഞ്ഞിക്കിടുന്ന ആളുകളോട് സംസാരിക്കണം. എൻ്റെ ഡാഡി ഇതറിഞ്ഞാലുണ്ടല്ലോ. ഡാഡിയെ പറ്റിയുള്ള സ്ഥിതി പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് തളർവാദം പിടിച്ച് കിടക്കുകയാണ് ഡാഡി. ആ ഡാഡി അറിഞ്ഞാൽ എന്തോ സംഭവിക്കും എന്നുള്ള മട്ടിലുള്ള കൊസ്തപ്പിന്റെ പ്രകടനമാണ് സർ നമ്മുടെ സംസ്ഥാനത്ത് ഗവർണർ ഇപ്പൊ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. സർ, ഞങ്ങളുടെ ഗവർണർജിക്ക് അങ്ങ് കേന്ദ്രത്തിൽ നല്ല പിടിയാണെന്ന് അറിയാലോ. കേരളത്തിലുള്ള ഒരു ജീനെ ഇവിടെ ഇട്ട് പീഡിപ്പിക്കാണെന്ന് അറിഞ്ഞാലേ അമിത്ഷാജി മോദിജി ഒക്കെ ഓടിങ് വരും. നോക്കിക്കോ. मोहन, अमित शाह साहब से बात करो या कोई भी हो उनके यहाँ. और नहीं तो फिर प्राइम मिनिस्टर के यहाँ बात करो. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. ഇനി നമ്മൾ സംസാരിക്കാൻ പോണത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചാണ്. തകടിക്കാൻ വരുന്നു PC വിഷ്ണുനാഥ്. മുഖ്യമന്ത്രിയുടെ സംഗീതം ഒഴുകുന്ന തൊഴുത്തില് 40 ലക്ഷത്തിന് പണിഞ്ഞിട്ട് അതിന്റെ മുമ്പിലെ ചാണകക്കുഴിക്ക് 3,72,000 ഈ നാട്ടിലെ പാവപ്പെട്ടവന് അവന്റെ സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല സാർ. ശരി, പശുക്കൾക്ക് ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ മിസ്റ്റർ PC വിഷ്ണുനാഥ്? കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നായേനെയും കൊരങ്ങനെയും പൂച്ചേനെയും കോഴിനെയും ഒക്കെ നമ്മൾ പരിഗണിക്കണം. ഞങ്ങളുടെ മുഖ്യമന്ത്രി നിലപാട് മാറ്റാത്ത ആളായോണ്ട് ക്ലിഫ് ഹൗസിലെ തൊഴുത്തൊക്കെ ഒന്ന് പുതുക്കി, ഒരു രസത്തിന് കുറച്ച് മ്യൂസിക്കും കൂടി ആഡ് ചെയ്തു. അതൊരു തെറ്റാണോ? മുടങ്ങാതെ കിടക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഇപ്പോൾ ക്ലിഫ് ഹൗസിന്റെ നവീകരണം. അത് ദൂർത്താണ്, അത് കെടുകാര്യസ്ഥയെ അതിവിടെ കുറച്ചു കാണിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ അതിന്റെ ഓരോ ഡീറ്റെയിൽസ് എടുത്തുമ്പോൾ ഏറ്റവും അവസാനം ടാങ്ക് നിർമ്മിക്കാൻ 5.92 ലക്ഷത്തിന്റെ ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. കർട്ടൻ നിർമ്മിക്കാൻ 7 ലക്ഷം. സർ, ഈ കർട്ടൻ എന്താ സ്വർണം പൂശിയതാണോ? ഉപയോഗം കഴിഞ്ഞിട്ടൊന്ന് മ്യൂസിയത്തിൽ വെക്കുന്നത് നന്നായിരിക്കും സർ. അത് വേണ്ട
ക്ലിഫ് ഹൗസ് നവീകരണമൊക്കെ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പെട്ടതാണല്ലോ. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ എന്തേ നവീകരണം ഒന്നും നടക്കില്ലേ? ഇല്ലേ സതീശേട്ടാ? ബൈ നമ്മൾ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചാണ് സംസാരിച്ചത്. കേന്ദ്രം കാശ് തരാത്തതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. യോജിച്ച് സമരം നടത്താന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തേ സമരത്തിന് വരാണ്ടിരുന്നത്? ഞങ്ങളെ പ്രക്ഷോഭത്തിന് വിളിച്ചു. ഞങ്ങളെ പ്രക്ഷോഭത്തിന് ഡൽഹിക്ക് പ്രക്ഷോഭത്തിന് വിളിച്ച സമയം എപ്പോഴാണ്? ഇപ്പം എങ്ങനെ പ്രക്ഷോഭത്തിന് വരാൻ കഴിയുമോ ഒന്നിച്ച്? കാരണം ഇപ്പോൾ ഒന്നിച്ച് പ്രക്ഷോഭത്തിന് വരുന്ന സമരമല്ല, നമ്മൾ മത്സരിക്കാൻ പോണ സമയമാണ്. അങ്ങനെ പ്രക്ഷോഭത്തിന് പോകണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ആകാമായിരുന്നു. അങ്ങനെ പറയ്. ഇപ്പോഴാണോ കേന്ദ്രത്തിനെതിരെ പ്രക്ഷോഭം എന്നൊക്കെ പറഞ്ഞു വരണത്? ഇവരൊക്കെ തിരക്കുള്ള ടീംസ് ആണെന്ന് അറിഞ്ഞൂടെ? മുന്നേ കൂട്ടി നേരവും കാലമൊക്കെ അറിയിക്കണമായിരുന്നു. എന്നാ പിന്നെ ഒന്നിച്ചുള്ള സമരത്തിന്റെ കാര്യമൊക്കെ ആലോചിക്കായിരുന്നു. ഇതിപ്പോ മൂട് പോയി. മാത്രമല്ല, കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നതിൽ ഒരു ത്രില്ലില്ലെന്നേ. സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്താനാ ഞങ്ങളുടെ കുഞ്ഞാപ്പയ്ക്കും ടീംസിനും ഇഷ്ടം. ഈ തള്ളക്കോഴി കുഞ്ഞുങ്ങളോട് നാളെ എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ധനമന്ത്രി എന്ത് ചോദിച്ചാലും കേന്ദ്രം തരട്ടെ എന്ന് പറയുന്നത്. അങ്ങനെ അങ്ങ് പോയാലോ? പൊളിറ്റിക്കൽ തഗ് നിങ്ങൾക്ക് മാത്രം പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവാ? ഇത്രയും കുരിശിൽ കയറ്റിയതല്ലേ, ഞങ്ങളുടെ ധനമന്ത്രിക്ക് ഒരു അവസരം കൊടുക്കുന്നേ. ധനകാര്യ പ്രതിസന്ധിയാ, നിന്ന് പോകും കേരളം, വണ്ടി ഓടത്തില്ല. അങ്ങനെ അവസ്ഥയൊന്നും അല്ല. 2022-23 വർഷം ഡിസംബർ വരെ ട്രഷറിയിൽ നിന്ന് പുറത്തേക്ക് പോയത് 1,21,473 കോടിയാണ് സർ. എന്നാൽ ഈ വർഷം അത് 1,26,182 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ വർഷവുമായിട്ട് വേറെ വലിയ വരുമാനങ്ങളുടെ കാര്യത്തിൽ വലിയ വെട്ടിക്കുറവ് വന്നിട്ടും ചെലവിന്റെ കാര്യത്തിൽ കുറവ് വന്നില്ല സാർ. ചെലവ് 4,000 കോടി അധികം പോയി. അല്ലാതെ ഇവിടെ അങ്ങ് പൂച്ച വെറ്റി കിടക്കുകയാണ് ട്രഷറിയിൽ, ഒരു പണിയില്ല എന്നൊക്കെ പറയുന്നതല്ല വസ്തുത. ഇതാ ഈ ധനപ്രതിസന്ധിക്കും ഗവർണർജിക്കും ഒക്കെ ഇടയിൽ ഞങ്ങളുടെ മാത്യു കുഴൽനാടന്റെ കാര്യം മറക്കല്ലേ. ഒരു ലോഡ് പേപ്പറും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ വരേണ്ടതാ പുള്ളിക്ക്. അവസാന ദിവസം മലപ്പുറം കത്തി അമ്പും ബില്ലും ഒക്കെ ആയിരുന്നു മൂവാറ്റുപുഴ അംഗം. ഇപ്പൊ ആ ഇരിപ്പ് കണ്ടോ? പവനായി ശവമായി എന്ന നിലയിലല്ലേ. എന്താ പുറത്തു വരുന്ന വാർത്ത? സർക്കാർ ഭൂമി എന്ന് വെച്ചാൽ നാടിന്റെ ഭൂമി, നമ്മുടെ ഭൂമി. വാക്കുകൾ കൊണ്ട് അമ്മാനമാടി എന്നും മാധ്യമപ്രവർത്തകരെ കണ്ട് മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും വിമർശനം ഉന്നയിച്ച മന്ത്രിസഭ ഇപ്പൊ വീഴുന്നു സ്വപ്നം കണ്ടിരുന്ന ആളായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്തായി? ഭൂമി കയ്യേറ്റ കേസ് വന്നതിന് ശേഷം ഒരു തഗ് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായില്ലേ മനുഷ്യന്മാരുടെ ഓരോരോ അവസ്ഥ. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. എവിടെ പോയാലും മുഖ്യമന്ത്രിയുടെ വക ഒരു മാസ് ഡയലോഗ്, അത് നിർബന്ധ. അതുകൂടെ ആയാലും നിയമസഭയിലെ ഈ 3 ദിവസത്തെ തഗ് പൂർത്തിയായി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുരുക്കം ഉണ്ടാവില്ല. ഞാൻ പരസ്യമായിട്ടൊരു യോഗത്തിൽ പറഞ്ഞല്ലോ, മനസ്സമാധാനമാണ് പ്രധാനം. നിങ്ങൾ മനസ്സമാധാനത്തിന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. തെറ്റ് ചെയ്തെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. ബാക്കിയെല്ലാം കേൾക്കുമ്പോഴും തെറ്റായ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും ഉള്ളാലെ ചിരിച്ചുകൊണ്ടത് കേൾക്കാൻ പറ്റും. ആ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണ് ഞാൻ. ഒന്നും എന്നെ യേശില്ല. യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്. നിയമസഭ ഇന്നും ക്രിയേറ്റീവ് തഗിന്റെ ഇടാണ്. ഇനിയിപ്പോ നിയമസഭയുടെ ഈ സീസണിലെ സമ്മേളനകാലം കഴിയുന്നതുവരെ എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഈഗർലി വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് പൊളിറ്റിക്കൽ തഗ്സ്. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.